ഐക്യശ്രമങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചെന്ന് മുസ്ലിം ലീഗ് അനുകൂല സമസ്ത കേരള ജമയത്തുൽ. ഇക്കാര്യം ലീഗ് സംസ്ഥാന നേതൃത്വത്തെ കോഴിക്കോട്ടെ സമസ്ത ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി ബോധ്യപ്പെടുത്തി. സുന്നി ഐക്യശ്രമങ്ങൾ പാർട്ടി അജണ്ടയിൽ ഇല്ലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടർന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് സമാപിച്ച മർക്കസ് സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ കൂട്ടായി പങ്കെടുത്ത പശ്ചാത്തലത്തിലാണ് എ.പി. സുന്നി വിഭാഗങ്ങൾ ലയനത്തിലേക്ക് നീങ്ങുന്നുവെന്ന പ്രചാരണം ശക്തിപ്പെട്ടത്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും ലീഗ് നേതാക്കളും ഇത്തരത്തിൽ പൊതുവേദികളിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന നേതൃത്വം കോഴിക്കോട്ട് യോഗം ചേർന്നതും നിലപാട് വ്യക്തമാക്കിയതും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ ഐക്യശ്രമം തുടർന്നു പോകാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഐക്യത്തിനു വേണ്ടി തുരങ്കം വെക്കുന്നത് നല്ല കാര്യമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാന്തപുരം വിഭാഗം പ്രകടമായി രാഷ്ട്രീയം കളിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സഹവർത്തിത്വം തുടരുന്നു. സാമുദായിക സംഘടന പുലർത്തേണ്ട ധാർമ്മികത കൊണ്ടു നടക്കുന്നില്ല. മർക്കസ് സമ്മേളനത്തോടനുബന്ധിച്ച് സമസ്തയോട് അധിക്ഷേപകരമായ നിലപാട് സ്വീകരിച്ചു. സമസ്തയുടെ ഈ നിലപാടുകൾ കുഞ്ഞാലിക്കുട്ടിയെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി ബോധ്യപ്പെടുത്തുകയായിരുന്നു. ആ വിഷയത്തിൽ സമസ്ത എന്ത് തീരുമാനം എടുക്കുന്നോ അത് ഞങ്ങൾ അംഗീകരിക്കും. അത് ഐക്യചർച്ചയും മറ്റും ലീഗിന്റെ അജണ്ടയല്ല. സമസ്തയെയും ലീഗിനെയും അകറ്റാൻ ആര് വിചാരിച്ചാലും സാധിക്കൂല. യോഗത്തിൽ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും പങ്കെടുത്തു. സമസ്ത ഭാരവാഹികൾക്ക് പുറമെ 4 പോഷക സംഘടനാ നേതാക്കളടക്കം 70 പേർ യോഗത്തിൽ പങ്കെടുത്തു. മനോരമ ന്യൂസ്,